Hi, welcome to my channel Mathematics Made Easy by Mary MJ. Today I am discussing SCRT Class 10 Chapter 4 Second Degree Equations. We are moving on to the equations and polynomials. So last video we have square filling method വെച്ചിട്ടായിരുന്നു second degree equation solve ചെയ്തത്. So ഈ square filling method മാത്രമല്ല second degree equation solve ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം ax² + bx + c = 0 ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം. വേർ a ഇസ് നോട്ട് ഈക്വൽ ടു 0. a 0 ആയി കഴിഞ്ഞാൽ അത് സെക്കൻഡ് ഡിഗ്രി ആവില്ല, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലോ. സോ ദിസ് ഈസ് ദ ജനറൽ ഫോം ഓഫ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ഫോർമുല മെത്തേഡ്. സ്ക്വയർ ഫില്ലിംഗ് മെത്തേഡ് പഠിച്ചു, ഇനി ഫോർമുല മെത്തേഡാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം, എക്സിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സോ അതിനൊരു ഫോർമുല ഉണ്ട്, എക്സ് ഈക്വൽ ടു -b ± √b² - 4ac ഡിവൈഡഡ് ബൈ 2a. അതാണ് ഫോർമുല. അപ്പോൾ b എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ്, ഇവിടുത്തെ coefficient of x, then a is the coefficient of x² and c is the constant term. So how to find out the value of x? x ന്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ ഫോർമുല മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക? -b ± √b² - 4ac divided by 2a, where a, b and c are the coefficients of x², coefficient of x and the constant term. അപ്പോൾ ഇതിനകത്തൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഈ b² - 4ac ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സൊല്യൂഷൻസ് ഉണ്ടാവുക. b² - 4ac ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ദെൻ ദർ വിൽ ബി 2 സൊല്യൂഷൻസ് ഉണ്ടാവും. b² - 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എത്ര സൊല്യൂഷൻ? 2 സൊല്യൂഷൻസ്. ദറ്റ് ഈസ് x വിൽ ബി ഹാവിങ് 2 വാല്യൂസ്. ഇഫ് b² - 4ac is equal to 0, then there will be only one solution. എന്നാലും അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പോൾ 1 സൊല്യൂഷൻ കിട്ടിയാൽ തന്നെ അതിൻ്റെ ആൻസർ രണ്ടും സെയിം ആയിരിക്കും. ഇപ്പോൾ എക്സിന് നമുക്ക് 5 എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം x = 5, 2 സെയിം വാല്യൂസ് ആയിരിക്കും ആൻസർ. അപ്പോൾ ഓൺലി 1 സൊല്യൂഷൻ. ഇഫ് b² - 4ac ഈസ് ലെസ് ദാൻ 0. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ b² - 4ac ഈ ഭാഗം നെഗറ്റീവ് ആവുക. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ദിസ് പാർട്ട് വിൽ ബി നെഗറ്റീവ്. നെഗറ്റീവ് ആണെങ്കിലോ നെഗറ്റീവ് സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ദർ വിൽ നോട്ട് ബി എനി സൊല്യൂഷൻ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒന്നും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കേസുകളാണ്. b² - 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ ദർ വിൽ നോട്ട് ബി സൊല്യൂഷൻ. b² - 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 2 സൊല്യൂഷൻ ഉണ്ടാവും. b² - 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ ഓൺലി 1 സൊല്യൂഷൻ ഓൺലി വിൽ ബി ദർ ഫോർ ദി ഗിവൺ ഇക്വേഷൻ. ഇനി നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് വിൽ ബി യൂസിങ് ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യുന്നത് ഇനി ഇത് വെച്ചിട്ടാണ്. സ്ക്വയർ ഫില്ലിംഗ് മെത്തേഡ് വെച്ച് ചെയ്യാം. അത് വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്, ഫോർമുല മെത്തേഡ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഏത് പ്രോബ്ലം നമുക്ക് ഫോർമുല മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ റെക്റ്റാങ്കിൾ ഇസ് ടു ബി മെയ്ഡ്. എ റെക്റ്റാങ്കിൾ ഈസ് ടു ബി മെയ്ഡ് on the ground using a 20-meter long rope with a wall as one side. ഒരു സൈഡ് വാളാണ്, എന്നിട്ടാണ് റെക്റ്റാങ്കിൾ ആക്കി ഉണ്ടാക്കുന്നത്. യൂസിങ് എ 20-meter long rope. The area enclosed must be 50 meters square.
what should be the length of the sides? The length of the sides. What should be the length of the sides? A rectangle is to be made on the ground using a 20-meter long rope with a wall as one side. അപ്പോൾ ഒരു സൈഡ് വോളാണ്. ആൻഡ് ഇവിടെയാണ് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്നത്. ഒരു ഭാഗം വോളും ബാക്കിയുള്ളത് ഒരു റോപ്പ് ഇങ്ങനെ വളച്ചിട്ടാണ് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാകുന്നത്. 20 മീറ്റർ ലോങ് റോപ്പ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഈ 3 സൈഡും കൂടെ ആഡ് ചെയ്യുന്നതാണ് 20. ദാറ്റ് ഈസ് ഇഫ് ദിസ് സൈഡ് ഇസ് എക്സ്, സെയിം വേ ദിസ് സൈഡ് ഓൾസോ ഇസ് എക്സ്, ബിക്കോസ് അത് തന്നിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ ആയിട്ടാണ്. ടോട്ടൽ 20 മീറ്റർ ആണ് ഈ 3 സൈഡും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത്. സോ ദിസ് ലെങ്ത്, ഈ സൈഡ് എത്രയായിരിക്കും വരിക? ടോട്ടൽ 20 ആണ്. സോ 20 മൈനസ് 2x. ഈ 3 സൈഡും കൂടെ ആഡ് ചെയ്താലാണ് 20. സോ തേർഡ് സൈഡ് വിൽ ബി 20 മൈനസ് 2x. ദ ഏരിയ എൻക്ലോസ്ഡ് ഈസ് 50. ഇവിടുത്തെ ഏരിയ ആണ് 50 മീറ്റർ സ്ക്വയർ. സോ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്ത് 20 മൈനസ് 2xും ബ്രെഡ്ത്ത് എക്സും ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 50. ഇതിന് സോൾവ് ചെയ്യാം. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 20x മൈനസ് 2x സ്ക്വയർ ഇസ് ഈക്വൽ ടു 50, ഓർ റീഅറേഞ്ചിങ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 20x ഈക്വൽ ടു 50. മൈനസ് 2 കോമൺ ആണ്, അതങ്ങ് ക്യാൻസൽ ചെയ്യാം നമുക്ക്. ഇവിടെ തന്നെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ എക്സ് സ്ക്വയർ മൈനസ് 10x ഈക്വൽ ടു മൈനസ് 25, ഓർ എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 25 ഈക്വൽ ടു 0. ഇപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് എക്സ്? സോൾവിങ് യൂസിങ് ഫോർമുല മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ എക്സ് ഈക്വൽ ടു, എപ്പോഴും നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഫോർമുല ആദ്യം എഴുതുക, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ. സോ ഈ ഇക്വേഷനിൽ എ എന്ന് പറയുന്ന വാല്യൂ, അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 1ഉം ബി വാല്യൂ ഇസ് മൈനസ് 10 ആൻഡ് സി ഇസ് ഈക്വൽ ടു 25. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു മൈനസ് സൈൻ അവിടെ ഉണ്ട്, അത് അവിടെ തന്നെ ഇടുക. ദെൻ ബിക്ക് മൈനസ് 10 ആണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് 10 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ ഇസ് 1. സോ മൈനസ് ഓഫ് മൈനസ് 10 എന്ന് പറയുന്നതാണ് പ്ലസ് 10. മൈനസ് ഓഫ് മൈനസ് ബിക്കം പ്ലസ് 10. റൂട്ട് ഓഫ് 100 മൈനസ് 100 ബൈ 2. That is equal to 10 plus or minus 100 minus 100 is 0 by 2, which is equal to 5. So x in the value എത്രയാണ്? 5. That is one side of the rectangle. അപ്പോൾ ഇവിടെ ഉള്ളതിൽ ഈ സൈഡ് 5 ആണ്. What will be the other side? Other side length will be, length is equal to 20 minus 2x, which is equal to 20 minus 2 into 5, which is equal to 20 minus 10, that is 10, given in meters, so that much meter. So length 10 meter, breadth 5 meters. So now we'll move on to the activity questions, page number 97. Question number 1. The perimeter of a rectangle, the perimeter of a rectangle is 42 meters and its diagonal is 15 meters. What are the length of the sides? What are the length of its sides? So the perimeter of a rectangle എന്ന് പറയുമ്പോൾ 2 into L plus B is equal to 42,
or L plus B is equal to 42/2 that is equal to 21. അതേപോലെ ഇറ്റ്സ് ഡയഗണൽ, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ. അപ്പോൾ ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തും ആണ്. ആൻഡ് ദിസ് ഇസ് ദ ഡയഗണൽ. Diagonal is given as 15. So you can write L square plus B square. Pythagoras theorem വെച്ച് L square plus B square is equal to 15 square. ഈ ഇക്വേഷനിൽ നിന്ന് breadth can be written as 21 minus L. ഇനി അത് വേണം നമ്മൾ ബ്രെഡ്ത്തിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ L square plus Bക്ക് പകരം 21 minus L whole square is equal to 15 square is 225. ഇനി അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ L square plus 21 square is 441 minus 2 into A into B is 2 into 21 is 42L plus L square is equal to 225. L square plus L square is 2L square minus 42L plus 441 minus 225. 441 minus 225 എന്ന് പറയുമ്പോൾ എത്ര വരും? 216. 216 is equal to 0. So 2 കോമൺ ആണ്. 2 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ L square minus 21L plus 108 is equal to 0. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. അതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല സെക്കൻഡ് ഡിഗ്രി ഫോർമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. സോ L is equal to, ഇവിടെ എക്സിന് പകരം L ആണ്. അപ്പോൾ L is equal to minus B plus or minus root of B square minus 4AC divided by 2 into A. Then that is ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബിക്ക് പകരം -2 ആണ്. സോ മൈനസ് ഓഫ് -2 അല്ല -21. മൈനസ് ഓഫ് -21 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ 21 സ്ക്വയർ മൈനസ് ഉണ്ട്. -4 into A into C. A is 1, C is 108 divided by 2 into 1. That is minus of -21 is 21 plus or minus root of 441 minus 104 into 108 into 4. 8 4s are 32, 3, 432 divided by 2. And that is equal to 21 plus or minus root of, subtracting, solving this, root of 441 minus 432. Subtracting എത്ര വരും? 9 by 2. That is 21 plus or minus 3 by 2. 24 by 2, 12. പിന്നെയോ 21 minus 3. 18. 18 by 2 is 9. So 2 values you are getting 12 or 9. So length of its sides 12 ആണെങ്കിൽ ഒരു സൈഡ് 12 ആക്കി എടുക്കുകയാണെങ്കിൽ മറ്റേ സൈഡ് 9 ആയിരിക്കും. ഒരു സൈഡ് 9 ആക്കി എടുക്കുകയാണെങ്കിൽ മറ്റേ സൈഡ് 12 ആയിരിക്കും. ബിക്കോസ് ടോട്ടൽ ലെങ്ത് ഓഫ് ബ്രെഡ്ത്ത് ആൻഡ് ബ്രെഡ്ത്ത് ഇസ് 21. അതിവിടെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സോ 12 and 9 ആർ ദി ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 2. How many consecutive natural numbers? How many consecutive natural numbers starting from 1 should be added to get 300? To get 300. How many consecutive natural numbers starting from 1? അതായത് 1 plus 2 plus 3 plus etc. n should be added to get 300. So നമ്മൾ arithmetic sequenceൽ what is the sum of n natural numbers? That is n into n plus 1 by 2 is equal to 300. So simplify this. So n square plus n minus 600 equal to 0. അതായത് 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 600 കിട്ടും. അതിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ -600. ഇനി ഇതിനെ സോൾവ് ചെയ്യാം ഫോർമുല മെത്തേഡ് വെച്ചിട്ട്. n is equal to minus b. സോ മൈനസ് b എന്ന് പറയുമ്പോൾ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ ഇസ് 1 സ്ക്വയർ മൈനസ് 4 into 1 into minus 600 divided by 2.
that is minus 1 plus or minus root of 1 plus 2400. അവിടെ ആ മൈനസ് ഓഫ് മൈനസ് വരുന്നത് കൊണ്ടാണ് പ്ലസ് ആയത് by 2, and that is equal to minus 1 plus or minus root of 2401 by 2. root of 2401 എന്ന് പറയുന്നത് എത്രയാണ്? square root of 2401 is 49. So minus 1 plus or minus 49 divided by 2, and that will be minus 1 plus 49 എന്ന് പറഞ്ഞാൽ 48. 48 by 2 and minus 50 by 2. n in the value, number of terms cannot be negative, so only n value can be positive. So n is equal to 48 by 2, that is equal to 24. So number of terms it is 24. Third question, what number added to 1 gives its own square? What number added to 1 gives its own square? So a number is x, added to 1 gives its own square. ഒരു നമ്പർ എക്സ് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതിൻ്റെ സ്ക്വയർ. ഇപ്പോൾ ഏത് നമ്പറാണ്? സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? സോ വി ക്യാൻ റീഅറേഞ്ച് ദിസ് ആൻഡ് റൈറ്റ്. ഈ എക്സ് സ്ക്വയറിനെയും കൂടെ ഇങ്ങോട്ട് എടുക്കാം. എക്സ് സ്ക്വയറിനെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ എക്സ് പ്ലസ് 1നെ ഈ സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ഇനി എക്സിൻ്റെ വാല്യൂ നമ്മൾ സാധാരണ ഫോർമുല മെത്തേഡ് തന്നെ മൈനസ് ബി. സോ മൈനസ് ഓഫ് മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു മൈനസ് 1 ബൈ 2a. സോ എ ഇവിടെ 1ഉം ബി മൈനസ് 1ഉം സി മൈനസ് 1ഉം ആണ്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ 1 പ്ലസ് ഓർ മൈനസ് root of 1 plus 4 by 2, that is equal to 1 plus or minus root 5 by 2. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? Therefore the numbers are x in the values x equal to 1 plus root 5 by 2 and 1 minus root 5 by 2 are the numbers. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് we are getting it as its square. Now next one, question number 4. In writing the equation to construct a rectangle of specified perimeter and area, the perimeter was wrongly written. The perimeter was wrongly written as 24 instead of 42. The length of a side was then computed as 10 meters. What is the area in the problem? What is the area in the problem? What are the lengths of the sides of the rectangle in the correct problem? So here given, in writing the equation to construct a rectangle of specified perimeter and area, the perimeter was wrongly written as 24 instead of 42. അപ്പോൾ ഇപ്പോൾ പെരിമീറ്റർ എഴുതിയിരിക്കുന്നത് 24 എന്നാണ്. അപ്പോൾ പെരിമീറ്റർ P is equal to 24 എന്നാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ദ ലെങ്ത് വാസ് കമ്പ്യൂട്ടഡ് ആസ് 10 മീറ്റർ. അപ്പോൾ ലെങ്ത്ത് 10 മീറ്ററും ആണ് തന്നിരിക്കുന്നത്. തെറ്റി എഴുതിപ്പോയതാണ്, ഇൻസ്റ്റെഡ് ഓഫ് 42.
So perimeter means it is 2 into L plus B is equal to 24 and L is 10. So here 2 cancel ചെയ്ത് കഴിഞ്ഞാൽ L plus B is equal to 12 or length ന് 10 കൊടുത്താൽ breadth എന്താവും, breadth is equal to 12 minus 10 that is equal to 2. So length breadth നമുക്ക് കിട്ടി. L is equal to 10 and breadth is equal to 2. So what will be the area? Area എന്തായിരിക്കും? Area is equal to length into breadth, that is equal to 10 into 2, that is equal to 20. So if length is equal to length L ആണെങ്കിൽ breadth നെ എന്താക്കി എഴുതാം? Breadth can be written as 20 by L. Now the correct equation. ഇപ്പോൾ ഇവിടെ length of a side was then computed as 10 meter. What is the area in the problem? What are the length of the sides of the rectangle in the correct problem? അപ്പോൾ കറക്റ്റ് പ്രോബ്ലത്തിൽ ലെങ്ത് ഓഫ് ദ സൈഡ്സ് എന്താണ്? സോ വി നോ ദാറ്റ് 2 ഇൻറ്റു എൽ പ്ലസ് ബി ഇൻസ്റ്റെഡ് ഓഫ് 42ന് പകരം 24 ആയിരുന്നു എഴുതിയത്. ശരിക്കും അത് 42 ആണ്. അങ്ങനെയാണെങ്കിൽ എൽ പ്ലസ് ബി എത്രയാണ്? ഇറ്റ് ഇസ് 21. നൗ ഇൻസ്റ്റെഡ് ഓഫ് ബ്രെഡ്ത്ത് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 20 ബൈ എൽ. ഇവിടെ കിട്ടിയിരിക്കുന്നത് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 20 ബൈ എൽ ഈക്വൽ ടു 21. അതിനെ സിംപ്ലിഫൈ ചെയ്യാം. ദറ്റ് ഇസ് ഈ എല്ലിനെ ഫുള്ളായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൽ സ്ക്വയർ പ്ലസ് ഇവിടെയുള്ള എല്ലാം അപ്പോൾ ക്യാൻസലാവും ഈക്വൽ ടു 21L or L square minus 21L plus 20 equal to 0. Now we can find out what are the values of L. Solve ചെയ്യുക. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആസ് ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യുമ്പോൾ L is equal to 21 plus or minus. അതെങ്ങനെയാണ് 21 ആയത്? minus of minus 21 plus or minus root of b square minus minus 21 square minus 4 into 1 into 20 divided by whole divided by 2. That is equal to 21 plus or minus root of 441 minus 80 divided by 2. So this is equal to 21 plus or minus root of ഇത് എത്ര വരും? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 163 divided by 2. That is equal to 21 plus or minus root of 361. 361ൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിനെങ്ങനെ പെയർ ചെയ്യുക? പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് ഇവിടെ പോകുന്നത് 1ഉം ഇവിടെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് 1 വരണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി 9. സോ 19 ആണ് അതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരിക, റൂട്ട് വരിക. സോ ഡിവൈഡഡ് ബൈ 2. സോൾവിങ് ദിസ് 21 പ്ലസ് 19 ബൈ 2 ഒരു ആൻസറും 21 മൈനസ് 19 ബൈ 2 രണ്ടാമത്തെ ആൻസറും കിട്ടും. ദാറ്റ് ഇസ് 40 by 2, that is 20, and 21 minus 19 is 2, 2 by 2 is 1. അപ്പോൾ രണ്ട് വാല്യൂസ് ആണ് എല്ലിന് കിട്ടുന്നത്. ലെങ്ത്ത് either 20 or 1. സോ ഒരു ലെങ്ത്ത് 20 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയായിരിക്കും വരിക? ബ്രെഡ്ത്ത് വിൽ ബി 20 ബൈ, ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, ബ്രെഡ്ത്ത് is equal to 20 by L എന്നാണ്. breadth is equal to 20 by L. So if length is equal to 20, breadth will be 1, and length 1 ആണെങ്കിൽ breadth 20. തിരിച്ച് കിട്ടും ആൻസർ. Now the last question of that exercise. Last one. Question number 5. In copying a second degree equation to solve it, the term without x was written as 24 instead of minus 24. The answers found were 4 and 6. What are the answers?
of the correct problem. Of the correct problem. So in copying a second degree equation to solve it, the term without x was written as 24 instead of minus 24. The answers found were 4 and 6. അപ്പോൾ 4ഉം 6ഉം ആണ് എക്സിൻ്റെ വാല്യൂസ് കിട്ടിയിരിക്കുന്നത്. So the factors are x minus 4 and x minus 6. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് വരുന്നത്. സോ എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, പിന്നെ എക്സ് ഇൻറ്റു മൈനസ് 6 ഇസ് മൈനസ് 6x, പിന്നെ ദിസ് മൈനസ് 4 ഇൻറ്റു എക്സ് ഇസ് മൈനസ് 4x പ്ലസ് 24 ഈക്വൽ ടു 0, ഓർ എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 24 ഈക്വൽ ടു 0. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് the term without x was written as 24 instead of minus 24. So the correct equation എന്തായിരുന്നു? is x square minus 10x minus 24 equal to 0 ആണ് കറക്റ്റ് ഇക്വേഷൻ. ആ ഇക്വേഷനെ സോൾവ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സിൻ്റെ വാല്യൂസ് കാണാൻ. So x equal to minus b plus or minus root of b square minus 4ac divided by 2a, that is x equal to 10 plus or minus root of b square minus 10 square minus 4 into minus 24 divided by 2. So what are the values of x? X equal to 10 plus or minus root of 100 plus 24 into 4, 96 divided by 2, that is 10 plus or minus root of 196 is 14 by 2, that is 24 by 2 is 12, and minus 4 by 2 is minus 2. So x in the values 12 and minus 2 are the correct answers of the problem. അത്രേ എക്സസൈസിലുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.